ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈനംദിന ജോലികളായ കഷ്ടങ്ങൾ. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ജോലി ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാലേ മനുഷ്യർ ഭയപ്പെടും. കഷ്ടങ്ങൾ എന്നത് മനുഷ്യർ ദിനംതോറും ചെയ്യേണ്ട ജോലികളാണ്. അതായത് മനുഷ്യൻ രാവിലെ തുടങ്ങി രാത്രി ഉറങ്ങാൻ പോകുന്നത് വരയ്ക്കും അവൻ തനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് തന്റെ ജോലി. തങ്ങളുടെ ജോലികൾ അവർ തന്നെ ചെയ്യാതെ അത് മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യുന്നവരുമുണ്ട്. പാവപ്പെട്ടവർ മറ്റുള്ളവരുടെ സഹായം നോക്കാതെ തങ്ങളുടെ ജോലികൾ അവർ തന്നെ ചെയ്യുന്നു. ജോലിക്കാരെ വെക്കാതെ തങ്ങളുടെ ജോലികൾ അവർ തന്നെ ചെയ്യുന്ന അനുഭവമാണ് കഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്ന് മത്തായി എഴുതിയ സുവിശേഷം 6:34 പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് എല്ലാം ഏർപ്പെടുത്തി കൊടുത്ത ദൈവം തോട്ടത്തിനെ കാപ്പാനും അവന് കൽപ്പന കൊടുക്കുന്നു. മനുഷ്യൻ മടിയനായിരിക്കാൻ പാടില്ല. അവർ തോട്ടത്തിലെ ജോലികൾ ചെയ്യണമെന്നതാണ് കഷ്ടങ്ങൾ. ഇത് തോട്ടത്തിന്റെ സംരക്ഷണം എന്ന സ്ഥാനത്തിൽ ഇരിക്കുന്നു. ഇവിടെ സർപ്പം തോട്ടത്തിൽ നുഴഞ്ഞു വരുവാനുള്ള കാരണം വേല ചെയ്യുന്നതുമില്ല, കാക്കുന്നതും ഇല്ല എന്നതാണ് അവന്റെ മേൽ വന്ന കുറ്റം. ഇതിന്റെ ഫലമായി അവർ എല്ലാവരും ഏദൻ തോട്ടത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാതെ പോയി. ആദ്യമായി ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ പൂർണ്ണമായിരുന്നു എന്ന് മലാഖി 2:15 എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? രണ്ടാമതായി വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നു എന്നെഴുതിയിട്ടുണ്ട്. അതായത് ദൈവവും മനുഷ്യനും ഇണഞ്ഞു പഴകുന്ന സ്ഥാനത്തിൽ ഇരിക്കുന്നു. മൂന്നാമതായി ദൈവം തന്റെ സദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവത്തിനും മനുഷ്യനും സ്നേഹമുണ്ടായിരുന്നു. മനുഷ്യനും തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. മനുഷ്യനും ജീവജന്തുക്കൾക്കും സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. നാലാമതായി അവർ നഗ്നനായിരുന്നാലും നാണം തോന്നിയില്ല എന്നത് ദൈവത്തിന്റെ മഹിമ അവർ അണിഞ്ഞിരുന്നു. സങ്കീർത്തനം 8:5 തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. അഞ്ചാമതായി അവന് അഴിവില്ലാത്തതുകൊണ്ട് ക്ഷീണമോ അവശതയോ വിയർപ്പോ തുടങ്ങിയ ബലഹീനങ്ങളൊന്നും തന്നെ അവനില്ല. ആറാമതായി എല്ലാറ്റിന്മേലും വാഴട്ടെ എന്ന് ഉൽപ്പത്തി പുസ്തകം 1:26 ദൈവം കൽപ്പന കൊടുക്കുന്നു. ഏഴാമതായി സർവ്വഭൂമിയും മനുഷ്യന് സ്വതന്ത്രമായി കൊടുത്തു. ആയതിനാൽ തോട്ടത്തിൽ വേല ചെയ്യാനും കാപ്പാനും എന്ന ജോലി പോലും ചെയ്യാത്തത് കൊണ്ടാണ് ഈ 7 അനുഗ്രഹങ്ങളും മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത്. തോട്ടത്തെ കാപ്പാനുള്ള വേലയെ ചെയ്തതാണെങ്കിൽ എല്ലാ സമൃദ്ധിയും അവന് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ ഈ സമൃദ്ധിയെ വിട്ട് വരൾച്ചയിലും ശാപത്തിലും ദണ്ഡനയ്ക്കുമുള്ളിൽ പോകുന്നു. നിന്റെ നെറ്റിയിലെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. കഷ്ടം അനുഭവിക്കുന്നത് മൂല്യമായി നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. കഷ്ടപ്പെടുന്നത് വിട്ടാൽ പിന്നെ നമുക്ക് ലഭിക്കുന്നത് ദണ്ഡനയും ശാപവുമായിരിക്കും. നമ്മുടെ വേലകളെ നാം ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ആ ജോലി ചെയ്യിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് നമുക്കറിയാം. എന്തായാലും കഷ്ടങ്ങൾ എന്നത് മനുഷ്യന് പ്രാധാന്യമുള്ളതാണ്. ഇത് നമുക്ക് തേജസ്സിനെ അല്ലെങ്കിൽ മഹിമയെ കൊണ്ടുവരുന്നതാണ് എന്ന് തിരുവചനം പറയുന്നു. ആദിമ മനുഷ്യർ തിന്മാനം കുടിപ്പാനും പെണ്ണെടുക്കുന്നതിനും പെണ്ണ് കൊടുക്കുന്നതും ഇതിലേ ജീവിച്ചു വന്നു. ഭൂമി വളരെ മോശമായിരുന്നു. പക്ഷെ നോഹ കുടുംബം ഒരു പെട്ടകമുണ്ടാക്കുന്ന ജോലിയിലായിരുന്നു. 3 പുത്രന്മാരും വിവാഹം ചെയ്തിരുന്നാലും അവർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നില്ല. പെട്ടകം കെട്ടുന്നതിൽ അവരും ഉണ്ടായിരുന്ന ജോലികൾ ചെയ്തു വന്നു. കഷ്ടങ്ങൾ എന്ന സ്ഥാനത്ത് നോഹ കുടുംബം അരരാത്ത് മലയ്ക്കു മീതെ ഉയർന്നു. മറ്റുള്ളവർ വിഷാദിതനായി മരിക്കുകയും ചെയ്തു. എന്തായാലും കഷ്ടങ്ങൾ, ജോലികൾ എന്നത് എത്ര പ്രാധാന്യമുള്ളത് എന്ന് ഈ ദൃഷ്ടാന്തം നമുക്ക് വെളിപ്പെടുത്തുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ച്, നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക, ഞാനത് നിനക്ക് തരും എന്ന് എഴുതിയിരിക്കുന്നു. ഇതിനെ ഉൽപ്പത്തി പുസ്തകം 13:17 കാണാം. ഉൽപ്പത്തി പുസ്തകം 20:13 അബ്രഹാം തന്റെ പിതൃഭവനം വിട്ട് ദൈവം തന്നെ ദേശാന്തരിയായി പ്രയാണം ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട്. താൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവം പറഞ്ഞ സ്ഥലത്തിലേക്ക് അബ്രഹാം പുറപ്പെട്ടു എന്ന് എബ്രായർ 11:8 എഴുതപ്പെട്ടിട്ടുണ്ട്. അവസാനമായി തന്റെ പുത്രനെ ബലിയായി ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാ വാഗ്ദത്തങ്ങളെയും പ്രാപിച്ചു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇസ്രയേൽ ജനങ്ങളെ ദൈവം മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് കഷ്ടങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു.
ഇതിന്റെ ഫലമായിട്ടേ അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തെ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. കഷ്ടങ്ങൾക്ക് വിരോധമായവരാണ് മരുഭൂമിയിൽ നശിച്ചുപോയത്. ഈ കഷ്ടങ്ങളെ ദൈവഹിതം എന്ന് പുതിയ നിയമത്തിൽ പറയുന്നു. കാള എന്നത് പാടുപെടുന്ന പൂർണ്ണതയും ദൈവഹിതത്തിന്റെ പൂർണ്ണതയെയും കാണിക്കുന്നു. കാള എന്നത് പാടുപെടുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 13:22 എനിക്ക് ബോധിച്ച പുരുഷൻ അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ആ ദിവസം തുടങ്ങി പല കഷ്ടങ്ങളിന്റെ പാതയിൽ അവനെ നടത്തി. ദാവീദിനെ നടത്തിയ എല്ലാ കഷ്ടങ്ങളിലും കർത്താവിനായി ക്ഷമയോടെ കാത്തിരുന്നു എന്ന് ദാവീദ് പറയുന്നു. ഇത് യെരൂശലേം തലസ്ഥാനമായി എല്ലാ ഇസ്രായേല്യരെയും വാഴുവാൻ അവനെ വഴി നടത്തിയതാണ്. അതുകൊണ്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. യേശുവും 12 ശിഷ്യന്മാരും വേല ചെയ്ത കാലഘട്ടത്തിൽ യേശു ഒരാൾ മാത്രമാണ് ക്രൂശിൽ മരണത്തിന്റെ കഷ്ടങ്ങളിൽ അതിനെ ജയിച്ച് ജയാളിയായത്. അവരുടെ ശിഷ്യന്മാർ തോൽവിയെയാണ് സന്ദർശിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിനു ശേഷം അവർ അവരെയും ക്രൂശിൽ ചെയ്ത അതേ കഷ്ടങ്ങളെ പാടുകളെ സഹിച്ച് സന്തോഷത്തോടെ അവർ ജയിച്ചു എന്ന് കാണാം. അപ്പോസ്തലന്മാരുടെ നാളിൽ ക്രിസ്തുവിന്റെ പാടുകളെ അവർ എല്ലാവരും വെളിപ്പെടുത്തി എന്നാണ് കാണുന്നത്. കൊലോസ്യർ 1:24 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന് പൗൽ എഴുതുന്നു. ഫിലിപ്പർ 1:29 അത് ദൈവം തന്നെ വെച്ചതാകുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. സുവിശേഷ വേലക്കാർക്ക് അധികമായ കഷ്ടങ്ങളുണ്ട്. വിശ്വാസികൾക്ക് വെച്ചിരിക്കുന്ന കഷ്ടങ്ങളെ അവർ നിറവേറ്റണം. ഇതിന് വിരോധമായതാണ് ഉപദ്രവങ്ങൾ. ഇത് വിരോധി മൂല്യമായി നമുക്ക് വരുന്നു. 2 കൊരിന്ത്യർ 4:17 നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. കഷ്ടങ്ങൾ നമുക്ക് വെച്ചിരിക്കുന്നു എന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നതിനോട് ഇണഞ്ഞിരിക്കുന്നു. നമുക്ക് വിരോധമായി വരുന്ന ഉപദ്രവങ്ങൾ എന്നത് ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടങ്ങൾ തേജസ്സിന്റെ നിത്യഘനം എന്നതിനോട് ഇണഞ്ഞിരിക്കുന്നു. എബ്രയർ 5:8-9-10 വചനങ്ങളിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എബ്രയർ 2:10 രക്ഷാനായകനെ കഷ്ടമനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അവർക്കൊരു ശരീരം കൊടുത്തിരുന്നു. അതിൽ അവർ കഷ്ടങ്ങളെ വെളിപ്പെടുത്തി. രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, പകൽ സമയത്തെല്ലാം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നു. ക്രൂശിലെ മരണം എന്നത് അവർക്ക് വരും ഉപദ്രവം. എബ്രയർ 12:2-3 പ്രകാരം ഇതെല്ലാം യേശു സഹിച്ചു, അതിജീവിച്ചു. കൊലോസ്യർ 2:15 ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. എന്തായാലും പുരാതനനായ മനുഷ്യൻ അവന് കൊടുത്ത പാടുകളെ ജോലികളെ നിറവേറ്റാത്ത സ്ഥാനത്ത് അവർ ദണ്ഡനയെ പ്രാപിക്കുന്നു. നോഹയുടെ കുടുംബം പാടുകളെ ജോലികളെ ചെയ്ത് തങ്ങളുടെ ജീവനെ പ്രാപിച്ചു. മറ്റുള്ളവർ നാശത്തിലേക്ക് പോവുകയും ചെയ്തു. അബ്രഹാമിനെ വിളിച്ച സ്ഥാനത്തിൽ അബ്രഹാം പാടുകൾ മൂല്യമായി വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. ദാവീദ് എല്ലാ പാടുകളെയും ക്ഷമയോടെ സഹിച്ച സ്ഥാനത്തിൽ വാഴ്ചയെ അല്ലെങ്കിൽ ആളുകയെ പ്രാപിച്ചു. യേശു പാടുകളെയും ഉപദ്രവങ്ങളെയും ഏറ്റുകൊണ്ട് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. തുടർന്ന് അപ്പോസ്തലന്മാരും വിശ്വാസികളും ഈ അനുഭവങ്ങളെ പ്രാപിച്ചുകൊള്ളുന്നു. ഇനി വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.